സ്റ്റോക്ക് ബ്രേക്ക് ഡൗണിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്യൂ സൂപ്പർ മാർട്ടാണ്, ഡിമാർട്ട്. അപ്പോൾ അതിൽ എങ്ങനെയാണ് ടെക്നിക്കലി അനാലിസിസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അതിലെവിടെയാണ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്, എങ്ങനെയൊക്കെയാണ് ആ ചാർട്ടിൽ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ് ചെയ്യാനുള്ള സാധ്യതകളുള്ളത്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ നേരെ ചാർട്ടിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ചാർട്ടിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഡിമാർട്ടിൻ്റെ ചാർട്ട് എടുത്തിട്ടുണ്ട്, അവന്യൂ സൂപ്പർ മാർട്ട്. അതിൽ നമ്മൾ എടുത്തേക്കുന്നത് ഏതാണ്, മന്ത്ലി ടൈം ഫ്രെയിമാണ് എടുത്തേക്കുന്നത്. ഈ മന്ത്ലി ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്, അതായത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവാണ് ഏത് മന്ത്ലി ടൈം ഫ്രെയിമിൽ. ഓൾമോസ്റ്റ് ഏത് സമയം വരെ ഒരു 2021 ഒക്ടോബർ വരെ നല്ല സ്ട്രോങ് ആയിട്ട് എവിടെ വരെ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൾമോസ്റ്റ് ഒരു 5889 വരെ മൂവ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ഈ അവന്യൂ സൂപ്പർ മാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ നിന്ന് ഓൾമോസ്റ്റ് ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് എവിടം വരെ ഒരു ഫോള് കാണാൻ പറ്റിയിട്ടുണ്ട്, നമുക്ക് ഒരു 3208 വരെ, അതായത് ഓൾമോസ്റ്റ് 45% ഒരു ഡ്രോ ഡൗൺ അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം പിന്നെന്താ സംഭവിച്ചത്, മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കൺസോളിഡേഷൻ ഫേസിലേക്ക് നീങ്ങുന്നതും ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമാണ്. അതിനുശേഷം അപ്പം നമുക്ക് ഇതിലെന്താ കാണാൻ പറ്റുന്നത്, ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇങ്ങനൊരു താഴേക്കുള്ള ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം സംഭവിച്ചേക്കുന്നത്, അപ്പോൾ താഴേക്ക് ട്രെൻഡ് ലൈൻ മാത്രമല്ല, നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഫോം ചെയ്യണതും കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഈ ഒരു ഏരിയയിൽ ഫോമായിട്ട് ഇങ്ങനൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടും ഫോം ചെയ്യുന്നുണ്ട്, ഇങ്ങനൊരു ട്രെൻഡ് ലൈനും താഴേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, നല്ല അടിപൊളിയായിട്ട് മേലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് നൽകിയതിന് ശേഷം എന്ത് സംഭവിച്ചു, ട്രെൻഡ് ലൈനിൽ ബ്രേക്ക് ഔട്ട് തരുന്നുണ്ട്. ബ്രേക്ക് ഔട്ടിന് ശേഷം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, ബ്രേക്ക് ഔട്ട് തന്നു, താഴേക്ക് റീടെസ്റ്റ് തന്നു. റീടെസ്റ്റിന് ശേഷം വീണ്ടും പ്രൈസ് എന്താണ്, നല്ല അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യണമെന്ന് കാണാൻ പറ്റിയത്. ഓൾമോസ്റ്റ് ആ റീടെസ്റ്റിന് ശേഷം എത്ര മൂവ് ചെയ്തു, ഓൾമോസ്റ്റ് ഒരു 25% ഏത് ഈ ഡിമാർട്ട് അപ്സൈഡിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇനി വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണ്. വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് നോക്കുമ്പോൾ ഇതിലെന്താ കാണാൻ പറ്റുന്നത്, ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാണാൻ പറ്റുന്ന കാര്യം എന്താണ്, ഈ ഒരു പോയിന്റിൽ, അതായത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. അതിനുശേഷം എവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നത്, എത്ര വട്ടം ടച്ച് എടുക്കുന്നത് നോക്കാം. ഇവിടെ അടുത്തൊരു റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ. അതിനുശേഷം പിന്നെ എവിടെയാണ്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. അതിനുശേഷം എവിടെയാണ്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ. നോക്കിയേ, ഓൾമോസ്റ്റ് 1 2 3 4 വട്ടം ഏത് ആ ഒരു ട്രെൻഡ് ലൈനിൽ റെസിസ്റ്റൻസ് എടുത്തതിന് ശേഷം ഏത് ദിവസം നമുക്ക് കാണുമ്പോൾ വീക്കിൽ ഒരു November 23 ഒരു ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം റീടെസ്റ്റ് നൽകിക്കൊണ്ട് വീണ്ടും മാർക്കറ്റ് ഷൂട്ട് ചെയ്യണതാണ് കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന കാര്യം എന്താണ്, ഇതിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ വോളിയം കാണുന്നില്ല, ഇവിടെ വോളിയം സ്പൈക്ക് ചെയ്യണത് കാണുന്നില്ല, പ്രൈസ് അപ്സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ബൈയിങ് വോളിയം ഷൂട്ട് ചെയ്യണമെന്നും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഓൾറെഡി സ്ട്രോങ് ആയിട്ടുള്ള അപ് ട്രെൻഡ് മാർക്കറ്റാണ് ഏത് ഒരു ലോങ്ങർ ടേമിൽ. അതിൽ നമുക്ക് കുറച്ചധികം നാൾ, ഓൾമോസ്റ്റ് ഏത് പീരീഡ് തൊട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് 2021 തൊട്ട് ഒക്ടോബർ 2021 തൊട്ട് ഓൾമോസ്റ്റ് എവിടം വരെ ഒരു 2024 ഫെബ്രുവരി വരെ, അതായത് 21 22 23 24 ഒരു 3-4 വർഷത്തോളം ഒരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് സ്ട്രക്ചറിന് ശേഷം തന്നേക്കുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ടാണ്. അതും മന്ത്ലി ടൈം ഫ്രെയിമിലാണെന്നും കൂടി പ്രത്യേകം ഓർക്കുക. അതിൽ നമ്മൾ വീക്കിലിയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വോളിയം കൂടി ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു റിയലി ലോങ് ടേം രീതിയിലേക്ക് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിലോ അല്ലെങ്കിൽ ഒരു പൊസിഷണൽ ട്രേഡിംഗ് പെർസ്പെക്റ്റീവിലോ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് പരിഗണിക്കാവുന്ന കാര്യമാണ്. അതുപോരാതെ നമുക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റുന്ന, നോക്കാൻ പറ്റുന്ന കാര്യം ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് എടുക്കുക, അതിൻ്റെ ഹൈ എടുത്ത് അത് എവിടം വരെ മാർക്ക് ചെയ്യുക, ഈ ഒരു ലോ വരെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ലോ വരെ നമുക്ക് മാർക്ക് ചെയ്യാം. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ 0.50 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയാണ്. അതാണ് ഇതിൻ്റെ ഏറെക്കുറെ ഒരു മിഡിലായിട്ടുള്ള ഒരു ഏരിയ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് വാങ്ങാൻ പറ്റും, അത് കവർ ചെയ്ത് പോയി. അപ്പോൾ ഏറെക്കുറെ ഈ ഒരു ഏരിയയിലേക്ക് റീട്രേസ്മെൻറ്റ് വരികയാണെങ്കിലോ അല്ലെങ്കിൽ ഏറെക്കുറെ ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് എത്തുകയാണെങ്കിൽ നമുക്കൊന്ന് ഫുൾ ക്വാണ്ടിറ്റി ഡിപ്ലോയ് ചെയ്ത് നമുക്ക് വാങ്ങാം. റിസ്ക് മാനേജ്ഡ് ആയിരിക്കണം. നിങ്ങൾ എങ്ങനെയൊക്കെ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ എൻറ്റയർ ക്യാപിറ്റലിൻ്റെ വെറും 3% മാത്രം റിസ്ക് എടുക്കാൻ പാടുള്ളൂ. നിങ്ങൾ ഏത് ട്രേഡ് എടുത്തോട്ടെ, നിങ്ങൾ ആര് പറയുന്ന ട്രേഡാണെങ്കിലും എങ്ങനെ ചെയ്യുന്ന ട്രേഡാണെങ്കിലും എപ്പോഴും ഒരു 3% കൂടുതൽ റിസ്ക് എടുത്തതുകൊണ്ട്, അതായത് എൻറ്റയർ ക്യാപിറ്റൽ
ക്യാപിറ്റലിൻ്റെ 3% കൂടുതൽ റിസ്ക് എടുക്കരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പൊസിഷൻ സൈസിങ് കറക്റ്റ് ചെയ്യാൻ നോക്കണം. പൊസിഷൻ സൈസിങ് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക? നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. റിസ്ക് എമൗണ്ട് ഡിവൈഡഡ് ബൈ എന്താണ്? സ്റ്റോപ്പ് ലോസിൻ്റെ ആ ഡിഫറൻസ്. അതാണ് നമ്മൾ നോക്കേണ്ടത്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഞാൻ എടുത്ത ട്രേഡാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോപ്പ് ലോസ് ഒന്നെങ്കിൽ ഈ സ്വിങ്ങിൻ്റെ താഴെ വെക്കാം. എങ്ങനെ? അപ്പോൾ എത്രയായി? ഓൾമോസ്റ്റ് 24% ഒരു ലോസാണ് ഏത്? ഈ സ്റ്റോക്കിൽ, സ്പോട്ട് ചാർട്ടിൽ. പക്ഷേ 24% ലോസ് നമ്മൾ എൻറ്റയർ ക്യാപിറ്റലിൻ്റെ പുറത്തല്ല. എൻറ്റയർ ക്യാപിറ്റലിൽ നമ്മൾ ഇതിനനുസരിച്ചിട്ട് പൊസിഷൻ സൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എൻറ്റയർ ക്യാപിറ്റലിൻ്റെ 3% മാത്രം റിസ്ക് എടുക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തുകൊണ്ട് വേണം ഇതിൽ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ നോക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങളുടെ അനാലിസിസ് നിങ്ങൾ നോക്കുക. ഇത് വെറും എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രമാണ് കേട്ടോ. ഇത് ഒരു തരത്തിലും സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾക്ക് പഠിക്കാനായി ബാക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പേപ്പർ ട്രേഡ് ചെയ്യാനായിട്ടോ മാത്രം പറയുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നോക്കുക. പിന്നെന്താണ്, അങ്ങനത്തെ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റുന്നത് ഈ സ്വിങ്ങിന് താഴെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതിന് താഴെ ഈ ഒരു സപ്പോർട്ടിന് താഴെ എന്ന് പറഞ്ഞാൽ 34% ഏറ്റവും സ്ട്രോങ് ആയിട്ട് രീതിയിൽ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. അതല്ലെങ്കിൽ നമുക്ക് വെക്കാൻ പറ്റുന്നത് ഈ സ്വിങ്ങിൻ്റെ താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് 27%. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു പൊസിഷണൽ ട്രേഡ് രീതിയിൽ ഹോൾഡ് ചെയ്യാൻ വിചാരിക്കുന്ന ആളാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പം മുന്നത്തെ ചാർട്ടിലേക്ക് ഒന്ന് നോക്കുക എന്താണ് മുന്നേ സംഭവിച്ചേക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താ കാണാൻ പറ്റുന്നത്? ഈ ഒരു ഏരിയയിൽ ഈ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് താഴേക്ക് മൂവ് ചെയ്തതിന് ശേഷം ഒരു ബ്രേക്ക് ഔട്ട് നൽകിയിട്ടുണ്ട് ഈ ഒരു സൈഡിൽ. നമുക്ക് കാണുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അധികം കാലെടുത്തിട്ടുള്ള ബ്രേക്ക് ഔട്ട് അല്ല. ഓൾമോസ്റ്റ് 2020 തൊട്ട് നമുക്ക് എപ്പോൾ കാണുമ്പോൾ 2020 ആ ഒരു കൊല്ലത്തിൻ്റെ ഒരു ചെറിയൊരു കൺസോൾട്ടേഷന് ശേഷം തന്ന ബ്രേക്ക് ഔട്ടാണിത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ അതേ സിറ്റുവേഷൻ പോലെ നമ്മൾ ഇവിടെ ട്രേഡ് എടുക്കുമായിരുന്നെങ്കിൽ നമുക്ക് എന്താണ് സ്റ്റോപ്പ് ലോസ് അവിടെ വയ്ക്കാൻ പറ്റുന്ന സ്റ്റോപ്പ് ലോസ് ഈ ഒരു സ്വിങ്ങിന് താഴെ വെച്ചുകൊണ്ട് എവിടെ വരെ ഈ ടാർഗറ്റ് നമുക്ക് കിട്ടി? ഓൾമോസ്റ്റ് നമുക്ക് എത്ര കിട്ടിയെന്ന് നോക്കാം. ഈ ഒരു ട്രേഡ് എടുത്തിരുന്നെങ്കിൽ നമുക്ക് എത്ര മൂവ് കിട്ടി? ഓൾമോസ്റ്റ് ഒരു 1:4 അല്ലെങ്കിൽ ഒരു 100% റിട്ടേൺ തരുന്ന രീതിയിലുള്ള ഒരു മൂവാണ് ഇവിടെ സംഭവിച്ചത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിലും ഒരു 1:4 എന്ന രീതിയിൽ അത് നമുക്ക് ആക്ച്വൽ ബ്രേക്ക് ഔട്ട് ഇവിടെയാണ് എങ്കിലും കുഴപ്പമില്ല. 1:4 അല്ലെങ്കിൽ 1:3 എന്ന രീതിയിൽ നമുക്കൊരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെഗ്മെൻറ്റാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു 8000 വരെയെങ്കിലും ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് അവന്യൂ സൂപ്പർ മാർട്ട് അല്ലെങ്കിൽ ഡിമാർട്ട്. അപ്പോൾ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ കൊണ്ടുവന്നേക്കുന്ന അനാലിസിസ് ഒക്കെ എങ്ങനെയാണ് ചെയ്തേക്കണതെന്ന് നോക്കുക. അപ്പോൾ നമ്മളിത് ഡിലീറ്റ് ചെയ്ത് കളയുകയാണെങ്കിൽ ഇതിൽ വേറൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തായാലും കാണാൻ പറ്റുന്നത് ഒരു ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓൾമോസ്റ്റ് കൈൻഡ് ഓഫ് ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ. അതായത് മാർക്കറ്റ് മേലേക്ക് പോയി താഴേക്ക് ഒരു എന്താ പറയുക ഒരു ഫ്ലാഗ് പാറ്റേൺ തന്നു, ബ്രേക്ക് ഔട്ട് തന്നു. വീണ്ടും മാർക്കറ്റ് മേലേക്ക് പോയി താഴേക്ക് ഒരു ഫ്ലാഗ് പാറ്റേൺ തന്നു, ബ്രേക്ക് ഔട്ട് തരുന്നു. ഏത് സ്വിങ്ങിന് താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു. മേലേക്ക് ഓൾമോസ്റ്റ് ഒരു 8000 വരെയെങ്കിലും മിനിമം 8000 വരെയെങ്കിലും ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ചാർട്ട്. അപ്പോൾ വോളിയം നമ്മൾ നോക്കി, ഫിബനാച്ചി നോക്കി, ഈ കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സ്റ്റോക്കിൻ്റെ അനാലിസിസ് കൊണ്ടുവരുന്നത്. കൂടുതൽ കൺഫർമേഷൻ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. നമ്മൾ കാണുന്ന എല്ലാ സ്റ്റോക്കിലും ട്രേഡ് ചെയ്യാതെ ഇങ്ങനെ അനാലിസിസ് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഈ രീതിയിൽ നിങ്ങളുടെ അനാലിസിസ് പല സ്റ്റോക്കുകളും ട്രൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.